മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട തമിഴ് നടൻ ആരാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ പേർ പറയാൻ പോകുന്ന ഉത്തരം വിജയ് എന്നായിരിക്കും. വിജയ് ചിത്രങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ ഒരു മാർക്കറ്റ് മറ്റൊരു തമിഴ് നടൻ്റെയും ചിത്രങ്ങൾക്ക് കേരളത്തിൽ ലഭിക്കാറില്ല. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിനൊപ്പം അഭിനയം നിർത്താൻ പോകുന്നു എന്ന വാർത്ത തമിഴ് ആരാധകരെ പോലെ തന്നെ മലയാളം ആരാധകരെയും വളരെയധികം ബാധിച്ചിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ പഴയകാല സിനിമകളുടെ കട്ടുകളൊക്കെ വളരെ സജീവമാണ്. പണ്ടത്തെ പാട്ടുകളൊക്കെ എടുത്തു പറയുന്ന ആരാധകർ ഏറെയാണ്. സോഷ്യൽ മീഡിയ മുഴുവൻ വിജയുടെ വിവിധ വീഡിയോകൾ സജീവമാണ്. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രമാണ് അദ്ദേഹത്തിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നത്. വെങ്കട് പ്രഭുവാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഇരട്ട വേഷത്തിലാണ് ഈ ചിത്രത്തിൽ വിജയ് എത്താൻ പോകുന്നത്. 19-കാരനായും വിജയ് ഈ ചിത്രത്തിൽ എത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഇതിനു പിന്നാലെ എത്താൻ പോകുന്ന ചിത്രത്തിന് ഇതുവരെ പേരിട്ടിട്ടില്ല. ദളപതി 69 എന്ന പേരിലാണ് ചിത്രം ഇപ്പോൾ അറിയപ്പെടുന്നത്. ദളപതിയുടെ 69ാമത്തെ ചിത്രം ആരായിരിക്കും സംവിധാനം ചെയ്യുക എന്ന സംശയത്തിൽ കൂടിയാണ് വിജയ് ആരാധകർ. കാർത്തിക് സുബ്ബരാജ് എന്ന സംവിധായകന്റെ പേരാണ് തുടക്കത്തിൽ ഈ ചിത്രത്തിന് ഉയർന്നു കേട്ടത്. പിന്നീട് ഇത് വെട്രിമാരനിലേക്കും പിന്നീട് എച്ച് വിനോദ് എന്ന സംവിധായകനിലേക്കും മാറി. എന്നാൽ കൂടുതൽ സാധ്യത കാർത്തിക് സുബ്ബരാജിന് തന്നെയാണ് എന്ന സൂചനകളാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചിട്ടുള്ളത്. കോളിവുഡിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള വാർത്തകളും ഇത് തന്നെയാണ്. ചിത്രത്തിന്റെ കഥ വിജയോട് കാർത്തിക് സുബ്ബരാജ് നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നും ഈ ചിത്രത്തിനായുള്ള തയ്യാറെടുപ്പുകൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്നുമൊക്കെയാണ് കോളിവുഡിൽ നിന്നും പുറത്തു വന്ന വാർത്തകൾ. വിജയ് അഭിനയം നിർത്താൻ പോകുന്നു എന്നറിഞ്ഞ സമയത്താണ് സംവിധായകൻ വെട്രിമാരന്റെ പേര് കൂടി ഈ ലിസ്റ്റിലേക്ക് വന്നത്. ഒരുപാട് ആരാധകർ സംവിധായകൻ വെട്രിമാരനോടൊപ്പം വിജയ് ഒരു ചിത്രം ചെയ്ത് കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ആഗ്രഹമായിരിക്കാം വാർത്താ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ടാവുക. ഒപ്പം എച്ച് വിനോദാണ് അജിത്തിന്റെ തുനിവ് എന്ന ചിത്രം ഒരുക്കിയത്. കഴിഞ്ഞ വർഷം വാരിസ് എന്ന വിജയ് ചിത്രത്തിനൊപ്പമാണ് തുനിവ് ബോക്സ് ഓഫീസിൽ ഹിറ്റടിച്ചത്. ചിത്രത്തിന്റെ കഥയെക്കുറിച്ചും തിരക്കഥയെക്കുറിച്ചുമൊക്കെ സമ്മിശ്ര പ്രതികരണങ്ങളായിരുന്നെങ്കിലും ചിത്രം തിയേറ്ററുകളിൽ ബോക്സ് ഓഫീസ് നിറച്ചു. വാരിസും സമ്മിശ്ര പ്രതികരണം നേടി ഹിറ്റടിച്ച ചിത്രമായിരുന്നു. ഈ 3 സംവിധായകരുടെ പേരാണ് ഈ ചിത്രത്തിന് ഉയർന്നു കേൾക്കുന്നത്. ഒപ്പം ദളപതി 69 എന്ന ചിത്രത്തിനു വേണ്ടി റെക്കോർഡ് പ്രതിഫലമാണ് വിജയ് വാങ്ങുന്നത് എന്ന വാർത്തകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. കോളിവുഡിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏകദേശം 200 കോടിയോളമായിരിക്കും ഈ ചിത്രത്തിന് വിജയ് പ്രതിഫലമായി ആവശ്യപ്പെടാൻ പോകുന്നത് എന്നാണ്. കോളിവുഡിൽ നിന്നും പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏകദേശം 200 കോടിയോളമായിരിക്കും ഈ ചിത്രത്തിന് വിജയ് നേടുക. ഇതോടെ ഒരു വമ്പൻ റെക്കോർഡാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. വിജയുടെ അവസാന ചിത്രം എന്ന ഖ്യാതി ദളപതി 69 എന്ന ചിത്രത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര തുക കൊടുത്താലും മതിയാവില്ല എന്ന അഭിപ്രായമാണ് ഈ വാർത്തകൾക്ക് താഴെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ കമന്റ് ചെയ്യുന്നത്. നിലവിൽ 150 കോടിയോളമാണ് വിജയുടെ പ്രതിഫലം എന്ന വാർത്തകൾ കോളിവുഡിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്നിരുന്നാൽ കൂടിയും 200 കോടി എന്ന റെക്കോർഡ് പ്രതിഫലത്തോടു കൂടിയായിരിക്കും അദ്ദേഹം തന്റെ അഭിനയ കരിയർ അവസാനിപ്പിക്കുക എന്നാണ് പുറത്തുവരുന്ന സൂചന. ലിയോ എന്ന ചിത്രത്തിന് പിന്നാലെ എത്തണം എന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ലിയോ 2 ഇനി സംഭവിക്കുമോ എന്ന സംശയവും ആരാധകർക്കുണ്ട്. ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിലൊന്ന് തീർച്ചയായും ലിയോ തന്നെയാണ്. ലിയോ 2 വരുമോ എന്നതിനൊപ്പം തന്നെ വിക്രത്തിന്റെ അവസാന ഭാഗത്ത് എല്ലാ താരങ്ങളെയും ഒരുമിച്ച് അണിനിരത്താനായിരിക്കും ലോകേഷ് ഉദ്ദേശിക്കുന്നതെന്ന് ആരാധകർ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വിജയ് ആ സിനിമയിൽ ക്യാമിയോ അപ്പിയറൻസിലെങ്കിലും എത്തുമോ എന്നാണ് ആരാധകർ തുടർച്ചയായി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ സംശയം പ്രകടിപ്പിക്കുന്നത്. വിജയും തൃഷയും ഏറെ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ചെത്തിയ ലിയോ എന്ന ചിത്രം തിയേറ്ററുകളിൽ സമ്മിശ്ര പ്രതികരണമാണ് നേടിയതെങ്കിലും വമ്പൻ വിജയം കൊയ്തിരുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ ലിയോ എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഈ ചിത്രത്തിൽ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ പല കഥാപാത്രങ്ങളെയും ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു. അത്തരത്തിലുള്ള എൻട്രികളൊന്നും ഇല്ലാത്തതുകൊണ്ടും ഫ്ലാഷ് ബാക്ക് സ്റ്റോറി അത്രയ്ക്ക് രസിക്കാത്തതുകൊണ്ടുമാണ് പ്രേക്ഷകർ ഈ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയത്. എന്നിരുന്നാലും ഒരു വിഭാഗത്തിന് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും റോളക്സും ലിയോയും നേർക്കുനേർ വരുമോ എന്ന സംശയമായിരുന്നു ഈ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർക്കുണ്ടായിരുന്നത്. അതിന് കാരണം ക്ലൈമാക്സിലെ ഒരു ടെയിലൻഡ് ആയിരുന്നു. ഇപ്പോൾ ലിയോയും റോളക്സും നേർക്കുനേർ വന്നില്ലെങ്കിൽ പോലും ഒരു ക്യാമിയോ അപ്പിയറൻസിലെങ്കിലും ലിയോ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് മടങ്ങിയെത്തണം എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. വിജയുടെ താൽക്കാലികമായുള്ള അഭിനയം നിർത്തലാണെങ്കിൽ അതിന് സ്കോപ്പ് ഉണ്ടാകും എന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. തമിഴക
വെട്രിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ അദ്ദേഹം സജീവ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന സംശയവും ആരാധകർക്കുണ്ട്. എന്നിരുന്നാലും ആരാധകർ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. തമിഴ് മക്കൾ ഇയക്കം എന്ന തന്റെ ആരാധക സംഘടനയെയാണ് വിജയ് രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റിയത്. കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വെച്ച് തമിഴ് മക്കൾ ഇയക്കവുമായി അദ്ദേഹം ചർച്ച ചെയ്തിരുന്നു. ഈ സമയത്ത് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നതായും 2024 ഫെബ്രുവരിയോടുകൂടി അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കും എന്നുമുള്ള വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിൽ വാർത്തകൾ പുറത്തുവരുന്നതുകൊണ്ട് തന്നെ പ്രഖ്യാപനം നടക്കുന്നതുവരെ ആരാധകർ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ പ്രഖ്യാപനം കഴിഞ്ഞതോടെ അദ്ദേഹം സജീവ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നതും തങ്ങൾക്ക് ഗുണകരമാകുമല്ലോ എന്നോർത്ത് ആരാധകർ സന്തോഷിക്കുകയായിരുന്നു. പിന്നാലെയാണ് അദ്ദേഹം അഭിനയം നിർത്താൻ പോകുന്നു എന്ന വാർത്ത കൂടി പുറത്തു വന്നത്. ഇതോടെയാണ് ആരാധകർ വിഷമത്തിലായത്. അതോടൊപ്പം അരവിന്ദ് സ്വാമിയുടെ ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായിരുന്നു. രക്ഷകനായി സിനിമയിൽ വന്നതുകൊണ്ട് മാത്രം നാടിനെ രക്ഷിക്കാനാവില്ല എന്നും രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിക്കുന്നവരുടെ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നും പ്രവർത്തനം എന്താണെന്നും അറിഞ്ഞാൽ മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കൂ എന്നുമാണ് അരവിന്ദ് സ്വാമി ഇതുമായി ബന്ധപ്പെട്ട് കമന്റ് ചെയ്തിരുന്നത്. വിജയ് മാത്രമല്ല, രജനീകാന്ത്, കമൽഹാസൻ തുടങ്ങി രാഷ്ട്രീയത്തിലേക്കിറങ്ങിയ താരങ്ങളെ മൊത്തം ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. സമീപകാലത്ത് വിജയ് തുടർച്ചയായി രക്ഷകൻ വേഷങ്ങൾ ചെയ്യുന്നതിനെ തുടർന്ന് നിരവധി വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റുവാങ്ങിയിരുന്നു. ഒരു ഗ്രാമത്തെയോ ഒരു കൂട്ടം മനുഷ്യരെയോ വലിയ കൂട്ടായ്മകളെയോ രക്ഷിക്കുന്ന കഥാപാത്രങ്ങളാണ് വിജയ് ആ സമയത്ത് തുടർച്ചയായി ചെയ്തിരുന്നത്. ഇതിനു പിന്നാലെയാണ് വിമർശനങ്ങൾ തലപൊക്കിയത്. ഇതുമായി ബന്ധപ്പെടുത്തിയായിരുന്നു അരവിന്ദ് സ്വാമിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നത്. എന്തായാലും തമിഴക വെട്രിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. കൊടിയും പാർട്ടിയുടെ ചിഹ്നവും ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്ത വർഷത്തെ ഇലക്ഷനിൽ മത്സരിക്കാതെ 2026 ഇലക്ഷനിൽ മത്സരിക്കാനാണ് വിജയ് തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത വർഷം തന്നെ മത്സരത്തിന് ഇറങ്ങണം എന്നായിരുന്നു രാഷ്ട്രീയ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ വിജയ്ക്ക് നൽകിയ ഉപദേശം. എന്നാൽ വിജയുടെ തീരുമാനം 2026 ഇലക്ഷനിൽ മത്സരിക്കുക എന്നതായിരുന്നു. മുൻപൊരു ഇലക്ഷനിൽ പെട്രോൾ വില ഉയർന്നു നിന്ന സമയത്ത് സൈക്കിളിലെത്തി വോട്ട് ചെയ്ത വിജയുടെ വീഡിയോയും ശ്രദ്ധേയമായിരുന്നു. ഇത്തരത്തിലുള്ള പല പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സും മുൻപ് തന്നെ അദ്ദേഹം തന്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചിട്ടുണ്ട്. ഒപ്പം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അദ്ദേഹം തന്റെ ആരാധക സംഘടനയിലൂടെ ചെയ്യുന്നുണ്ട്. നിലവിൽ വിജയുടെ ഗോട്ട് എന്ന ചിത്രത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ. ഈ സിനിമയും വൻ വിജയമാകും എന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം എത്താൻ പോകുന്ന ദളപതി 69 വേണ്ടിയും ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ പുറത്തുവരും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്.